Hey guys, welcome back. ഇതെന്തോ സാധനം എന്ന് പറയുമ്പോൾ വിങ്സ് ഡൗൺ ഫോഴ്സ് വിങ്സ്. ഇത് S1000 ആണ്. പക്ഷേ നമ്മൾ സ്വാപ്പ് ചെയ്ത് R15 വയ്ക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫുള്ളി ഡിപ്ഡ് ആണ് കാർബൺ ഫൈബറിൽ. കിട്ടില്ല ക്വാളിറ്റി ഉള്ള സാധനം. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ഗൈസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് നമുക്ക് കസ്റ്റമായിട്ട് ഫിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കുറച്ച് ചേഞ്ചസ് നമുക്ക് ഈ ഫെയറിങ്ങിൽ വരുത്തണം. ചുരുക്കി പറഞ്ഞാൽ 4 ഹോൾ ഇടണം ഡ്രില്ല് ചെയ്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ വരും, കറക്റ്റ് ഫിറ്റാണ്. വാ, അപ്പോൾ നമുക്ക് ഈ ഫെയറിങ് ഊരിയിട്ട് വേണം കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് ഹോള് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അൺസ്ക്രൂ ചെയ്തിട്ട് ഫെയറിങ് ഊരിയെടുക്കാം. ഓൾവേസ് ഫസ്റ്റ് ഈ ഒരു അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്, പിന്നെ 2-3 റിബേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഊരി കഴിയുമ്പം ഇത് ഒരു പിഞ്ച് ലോക്കിലാണ് വെച്ചേക്കുന്നത്, അത് നമുക്ക് ഊരിങ്ങെടുക്കാം. അപ്പോൾ ഈ സ്ക്രൂ എല്ലാം നൈസായിട്ട് ഊരിയെടുക്കുക. ഈ ഫ്ലാമ്പ് ഇളക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് ഇളക്കണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഇളക്കിയെന്നും പറഞ്ഞ് വലിച്ചിളക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. ഇവിടെ ഒരു ഇത്രയേ ഉള്ളൂ. ഈ ഒരു പാനൽ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുക്കാം. ഈ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇവിടെയാണ് നമുക്ക് സ്ക്രൂ ഇടേണ്ടത്. ആ പാർട്ടും കൂടെ ഇളക്കിയിട്ട് നമുക്ക് രണ്ടും ഒത്ത് ഡ്രില്ല് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫെയറിംഗ് ഒക്കെ ഊരി R15 MD15 ആക്കി. ഇതാ കിടക്കുന്ന ഫെയറിങ്. അപ്പോൾ ഇതിലാണ് നമുക്ക് സ്ക്രൂ അടിക്കേണ്ടത്. വിങ്സ് വയ്ക്കാൻ ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, പിന്നെ അതിൻ്റെ താഴെ 2 എണ്ണം, മൊത്തം 4 ഹോൾ നമുക്ക് ഇതിൽ അടിക്കണം. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് അടിക്കണതെന്ന്. സോ ഗൈസ്, നമുക്കിത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്ക്രൂ ഇതിൽ ആദ്യമേ ഫിറ്റ് ചെയ്തു. എന്നിട്ട് സ്ക്രൂവിൽ നമ്മളിങ്ങനെ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തി. ഇനി ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫെയറിങ്ങിൽ അലൈൻ ചെയ്ത് വയ്ക്കുമ്പോൾ ഇവിടെ ആ ഒരു പാട് വീഴും, ചോക്കിൻ്റെ മാർക്ക് ഇവിടെ വീഴും. അപ്പോൾ ആ മാർക്ക് വെച്ചിട്ട് നമുക്ക് ഹോൾ ഡ്രില്ല് ചെയ്യാം. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്തു. ഒന്നിവിടെ, ഒന്നിവിടെ, ഒന്നവിടെ. ഇതാണ് ഹോൾസ്. രണ്ട് ഹോൾ അടിച്ചു, ഇനി 2 എണ്ണം കൂടെ അടിക്കണം. അങ്ങനെ നമ്മൾ ഹോൾ ഇട്ടായിരുന്നു, 2 ഹോള് 4 മൊത്തത്തിൽ. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഈ തന്നിരിക്കുന്ന മൗണ്ട്സിൽ വച്ചിട്ട് അങ്ങ് ഫിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കിക്കോ, അതിൻ്റെ സ്ക്രൂസും എല്ലാം അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പം ഗൈസ് ഇതാണ് വിങ്സ്. എങ്ങനെയുണ്ട് ലുക്ക്? എങ്ങനെ വരുന്നു?
ആ നമ്മുടെ കസ്റ്റം മെയ്ഡ് S1000 RRൻ്റെ വിങ്സാണ് നമ്മൾ R15 കയറ്റിയത്. ആ സിമ്പിൾ. നിങ്ങൾക്ക് ചെയ്യേണ്ടത് 2-4 ഹോൾ ഇടണം. അത് മാത്രമേ ഉള്ളൂ കുറച്ച് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ഫിറ്റാണ്. ആ GP മെഷീൻ പോലെ ഇരിക്കുന്നുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മളെ വിങ്സ് സെറ്റായി R15. ആ എങ്ങനെയുണ്ട്? പക്ക കിടില ലുക്ക് അല്ലേ? ആ ഫിനിഷിങ് കണ്ട, ഒരു രീതിയിലുള്ള വേറെ ഒരു ഓൾട്രേഷനും വേണ്ട. 4 സ്ക്രൂ ഉണ്ട്, അത് ഹോൾ അടിച്ച് സ്ക്രൂ ചെയ്താൽ മാത്രം മതി. സോ ഇനി വേറെ ഒന്നുമില്ല, ഇനി നേരെ എടുത്ത് നമുക്ക് വണ്ടിയിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫൈനൽ ഫിറ്റ് എല്ലാം കഴിഞ്ഞ് അഴിച്ച പാനൽസൊക്കെ അതുപോലെ ഫിറ്റ് ചെയ്ത്. വിങ്സ് എങ്ങനെയുണ്ട് ഗൈസ്? പുളിയല്ലേ? കണ്ടോ, ഇത് ഡയറക്റ്റ് ഫിറ്റാണ്. നമുക്ക് 4 ഹോൾ അടിക്കണം. ഈ വിങ്സ് ഇപ്പോൾ കണ്ടാൽ പറയുമോ S1000 RRൻ്റെ ആണെന്ന്? അല്ല, പക്ക R15 സൂട്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ S1000 RRൻ്റെ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്ത വിങ്സ് മേടിച്ചിട്ട് R15 ഫിറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയുണ്ട്? ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. വണ്ടി ഇപ്പോൾ ഓൾറെഡി ഒരു സൂപ്പർ ബൾക്കി ഫീലിംഗ് തരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് വണ്ടിയിൽ ഇരിക്കുമ്പം ഉള്ളൊരു ലുക്ക്. എങ്ങനെയുണ്ട് വണ്ടി ഇരിക്കുമ്പോൾ? പക്ക ഒരു സൂപ്പർ ബൈക്ക് ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. Thank you guys. This is Mithun saying ciao. See you guys in some other video. Bye bye.